എങ്ങനെയുണ്ട് വെള്ളം? കൊള്ളാം. പഴയതുമായിട്ട് നല്ല വ്യത്യാസം. സോഫ്റ്റ് ആയില്ലേ വെള്ളം? നേരത്തേക്കാളും സോഫ്റ്റ് ആയില്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ ഫൈൻ. താങ്ക് യു. ഹായ്, നമസ്കാരം കൂട്ടുകാരെ. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്ന് തിരിയുന്നത് തിരുത്തിപ്പുറം ഭാഗത്താണ്ടാ, ചാത്തേടം തിരുത്തിപ്പുറം ഭാഗത്താണ്. കറക്റ്റ് സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കാവലംകുടി ചർക്ക അടുത്തായിട്ട് വരും. ജമാലാറ്റി ചർച്ചിന്റെ ഒക്കെ അടുത്തായിട്ടാണ് നമ്മുടെ സൈറ്റ് വന്നേക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച പോലുള്ള സെയിം യൂണിറ്റ് ഒരെണ്ണം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വാട്ടർ പ്യൂരിഫയർ, അക്വാജേഡിന്റെ 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു വാട്ടർ പ്യൂരിഫയർ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കസ്റ്റമൈസും ചെയ്തിട്ടുണ്ട്. ആൽക്ലൈൻ ഫിൽറ്റർ കൂടി നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ കുഴൽ കിണറാണ്. കുഴൽ കിണറിൽ സാധാരണ കാണുന്ന പോലുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെയുണ്ട്. അതിന്റെ സാന്നിധ്യം അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതിന് ഇവിടെ ഒരു ഫിൽറ്റർ ഇവിടെ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ തേർഡ് പാർട്ടി വന്ന് ഇവിടെ ഒരു വെസൽ ഫിൽട്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനാൽ നമ്മൾ പ്രീ ഫിൽറ്റർ ആയിട്ട് യൂണിറ്റിലേക്ക് കയറുന്നതിന് മുന്നുള്ള പ്രീ ഫിൽറ്റർ ആയിട്ട് ഒരു സെഡിമെന്റ് ഫിൽറ്റർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അയൺ റിമൂവറും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. കാരണം ഓൾറെഡി ഫിൽറ്റർ പുറത്തുള്ളതിന്റെ പേരിൽ, വെസൽ ഫിൽറ്റർ പുറത്തുള്ളതിന്റെ പേരിൽ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഞാൻ വഴിയെ നിങ്ങൾ കാണിച്ചു തരാം. നമുക്ക് നേരെ വീടിനകത്തോട്ട് പോകാം. എന്നിട്ട് ഞാൻ വെക്കുന്ന സ്ഥലവും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാണ്ട്. ചെറിയ വീഡിയോ ആണ്. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലട്ടാ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് ബൈ. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് വെക്കേണ്ട സ്ഥലം ഇവിടെയാണ് കേട്ടോ. നമ്മുടെ വെള്ളത്തിന്റെ പോയിന്റ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ പവർ പോയിന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു കോർണറിൽ കണ്ടിട്ടാണ് നമുക്ക് നമ്മുടെ യൂണിറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കാം നമുക്ക് എവിടെയാണ് നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള RO വാട്ടർ പ്യൂരിഫയറിന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. എക്സലന്റ് ക്വാളിറ്റിയാണ്. TDS അതുപോലെ തന്നെ PH ഒക്കെ നോക്കിയായിരുന്നു, എല്ലാം നോർമലാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കസ്റ്റമറോട് തന്നെ എന്റെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട്, അദ്ദേഹത്തിന് വെള്ളം ഇഷ്ടപ്പെട്ടോ, നമ്മൾ ചെയ്ത വർക്കിനെ കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. അപ്പൊ അതെവിടെ ഉണ്ട് ചോദിച്ചു നോക്കാം പ്ലീസ് സാർ. നമ്മുടെ വർക്ക് കഴിഞ്ഞുള്ള കാര്യം മനസ്സിലായില്ല. അപ്പൊ നമ്മുടെ എങ്ങനെയാണ് വെള്ളം ആദ്യം ഒന്ന് എടുത്ത് കുടിച്ചു നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയും. എങ്ങനെയുണ്ട് വെള്ളം? കൊള്ളാം. പഴയതുമായിട്ട് നല്ല വ്യത്യാസം. സോഫ്റ്റ് ആയില്ലേ വെള്ളം? നേരത്തേക്കാളും സോഫ്റ്റ് ആയില്ലേ? ഓൾറെഡി ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, ഇവിടെ ഒരു വെസൽ ഫിൽട്രേഷൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അയണിന്റെയും ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ സോൾവ് ആവുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഒരു ഫിസിക്കൽ ഇംപ്യൂരിറ്റീസും സെഡിമെന്റ്സും നമുക്ക് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സെഡിമെന്റ് ഫിൽറ്റർ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ 5 മൈക്രോണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ യൂണിറ്റിലേക്കാണ് നേരെ കയറുന്നത്. പിന്നെ നമ്മൾ ആൽക്കലൈൻ ഫിൽറ്ററും നമ്മൾ ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്.
അപ്പോ ഹാപ്പി അല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. നന്നായിരുന്നു. താങ്ക് യു. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരെ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.